വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വഴുതനങ്ങയും തൈരും വെച്ച് ഒറീസയിലെ ഫേമസ് ആയ ഒരു കറി ഉണ്ടാക്കിയാലോ? ഈ കറിയുടെ പേര് വളരെ ഡിഫറെന്റ് ആണ്. എന്താണെന്നല്ലേ? ദഹി വാല ബേഗൻ. ഈ പേര് കേട്ട് നിങ്ങൾ ഞെട്ടാൻ നിൽക്കണ്ട. ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾ തന്നെ പറയും ഇത് ഇത്രയേ ഉള്ളൂ എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ ദഹി വാല ബേഗൻ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ദഹി വാല ബേഗൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വഴുതനങ്ങ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 6 മീഡിയം സൈസിലുള്ള വഴുതനങ്ങയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഈ വഴുതനങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായി മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച വഴുതനങ്ങ ഓരോന്നായിട്ട് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയുടെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 തവണയായിട്ടാണ് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുത്തത്. വഴുതനങ്ങയുടെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്കിത് കോരി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ വഴുതനങ്ങ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് ബൗളിലേക്ക് മാറ്റി വെച്ച വഴുതനങ്ങയുടെ മേലേക്ക് ഈ ഒരു തൈര് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അതിനായി ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് നല്ല ജീരകം കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കടുകും ജീരകവും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10 ചെറിയുള്ളി ഞാൻ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ചെറിയുള്ളിയുടെ എല്ലാം കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ താളിച്ചത് നമ്മളുടെ വഴുതനങ്ങയുടെയും തൈരിൻ്റെയും മേലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ദഹി വാല ബേഗൻ തയ്യാറായിരിക്കുകയാണ്. എത്ര പെട്ടെന്നല്ലേ നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുത്തത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ തിരക്ക് പിടിച്ചല്ലേ വീട്ടിലെ അമ്മമാർ ഓരോ കറികൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചില ദിവസം ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഹെവിയാന്ന് തോന്നിപ്പിക്കുന്ന ഒരു കറി ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അമ്മമാർക്ക് സമയം ലാഭിക്കാം, ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ലൊരു കറിയും കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.